ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. അപ്പോൾ ഞങ്ങൾ ദുബായ് മോളിലേക്കും ക്രീക്കിലേക്കും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദുബായ് മോളിലാട്ടോ പോയത്. ഒരു ഈവനിങ് ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ പോയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദുബായ് മോളിൽ പോയി. ദുബായ് മോളിൽ ആസ് യൂഷ്വൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് അടിച്ചിട്ട് അവിടെ ചൈന ടൗണിലൊന്നും നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. ദുബായ് മോൾ കറങ്ങാൻ തന്നെ ഒരു ഫുൾ ഡേ മതിയാവില്ല, അത്രയും സ്പേസ് അല്ലേ, കുറേ നടക്കാനുണ്ട്, നടന്ന് നമ്മൾ അവശതയാവും. അപ്പോൾ ഞങ്ങൾ ആ മറ്റേ ഫൗണ്ടൻ ഡാൻസൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഇവിടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇത് കേട്ടോ, ഈ ഷാൻലിയർ. ഇത് നേരിട്ട് കാണണം, അതാണ് ഏറ്റവും ഭംഗി. വീഡിയോയിൽ അത്രയ്ക്ക് രസമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിങ്ങനെ നടന്നു. പിന്നെ ഇത് നമ്മുടെ ബുർജ് ഖലീഫ, രാത്രി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞ് ഇത് ദിനോസറിൻ്റെ സ്കെലറ്റനാണ് കേട്ടോ. അവർ എവിടുന്നോ US എന്നോ അങ്ങനെ എന്തോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അത് കുഴിച്ചെടുത്ത് കിട്ടിയിട്ട് അവർ എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എല്ലായിടത്തും അങ്ങനെ അധികം സ്ഥലങ്ങളിൽ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ്, മില്യൺ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ TV സ്ക്രീൻ പോലെ കാണുന്നില്ലേ ചെറിയ, അതിൽ എല്ലാം അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു സ്റ്റോറിയൊക്കെ. അപ്പോൾ അങ്ങനെ വലിയ മറ്റേ ടോളസ്റ്റ് ഡൈനോസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുബായ് മോളിൽ. ലൈക്ക് എന്തോ ഒരു കളേഴ്സിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഇവിടെ ചൈനീസ് സംഭവങ്ങളൊക്കെയാണ്, മറ്റേ ചെറി ബ്ലോസമിൻ്റെ മരം, പിന്നെ ഇങ്ങനെ കുറേ പാവക്കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഐ ലവ് ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പേസൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ അക്വേറിയമിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. എന്ത് ക്യൂട്ടായിട്ടുള്ള ഫിഷാണെന്നറിയോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതല്ലാതെ അണ്ടർ വാട്ടർ സൂ വേറെ ഉണ്ട്, അവിടെ ക്രൊക്കഡൈൽ, പെൻഗ്വിൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇനി നിങ്ങൾ ഫൗണ്ടൻ ഷോ എൻജോയ് ചെയ്തോളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായുടെ ആ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ശാന്തമായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സ്പേസ് ദുബായിൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. നമുക്ക് ഇരിക്കാനും സമാധാനമായിട്ടൊന്ന്
എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. ക്രീക്ക് ഞാൻ എപ്പോഴും പോകുന്നത് മനസ്സമാധാനത്തിന് ബെസ്റ്റ് പ്ലേസാണ്. കാരണം തിരക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചെന്ന സമയത്തിനെക്കാട്ടിലും ഇപ്പോൾ 2 ഇയേഴ്സിനുള്ളിൽ നല്ല തിരക്കൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നുള്ള ബോട്ടിലുള്ളൊരു യാത്ര ഉണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി തന്നെ ഞാൻ ക്രീക്കിൽ പോകുന്നു മെയിനായിട്ട്. അവിടെ പോയി അത് കഴിഞ്ഞ് പിന്നെ ക്രീക്കിലെ പാർക്കിൻ്റെ ഏരിയയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പുഴയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശാന്തതയും പിന്നെ ആ സൺസെറ്റിൻ്റെ ആ ഒരു സമയത്ത് പിന്നെ ആ ബാങ്കുവിളിയൊക്കെ ആ ടൈമിൽ വരും. എല്ലാം കൂടി ചേരുമ്പോൾ ആ ഒരു ആംബിയൻസ് ഒരു നല്ലൊരു സുഖമുള്ളൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഈവനിങ് വെൽ സ്പെൻഡ് എന്ന് തന്നെ പറയാം. രണ്ടുപേരും കൂടെ നല്ലോണം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അതൊരു നല്ലൊരു മെമ്മറി ആയിട്ട് എപ്പോഴും നമുക്ക് വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.